ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു കട്ട്ലറ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രെഡും ചീസും അതുപോലെ തന്നെ കുറച്ച് ചിക്കനും ഉപയോഗിച്ചിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണിത്. അപ്പോൾ നിങ്ങളിത് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. ചീസി ബ്രെഡ് കട്ട്ലറ്റാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ചിക്കനിൽ കുറച്ച് ഉപ്പ്, മുളക്, മഞ്ഞൾ, കുരുമുളക് പൊടി ഇത് 4ഉം ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചാൽ മതി. ഇതാ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കറക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചീസാണ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചീസാണ്. ചീസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണണം. ഇനി വേണ്ടത് മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാക്കറ്റ് ബ്രെഡ് കൊണ്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കനും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിലും അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടാവണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാത്രമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. കാരണം ഇതിന് എരിവിനായിട്ട് നമ്മൾ ചിക്കനിലും മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ മുളകിൻ്റെ ആവശ്യം ഇതിൽ ഇല്ല. ഇനി ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള കൂട്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും വീഡിയോയിൽ കാണുന്നത് പോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. ചെറിയൊരു ഉരുള, ബ്രെഡ് മൊത്തം പരത്തേണ്ടതില്ല, കുറച്ച് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് ചീസ് മാത്രമാണ് വേണ്ടത്. നമ്മളെ ബ്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ചീസും അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടും വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് അടുത്ത കഷ്ണം ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ളൊരു ഗ്ലാസ്സാണ് ഇതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ വക്കുള്ള അല്ലെങ്കിൽ അരികുള്ള ഒരു ഗ്ലാസ്സാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ബ്രെഡിന് മുകളിലേക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അരികൊക്കെ ഒട്ടിയിട്ടുള്ള നല്ല ഷേപ്പിലുള്ളൊരു കട്ട്ലറ്റിൻ്റെ പീസ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് ഗ്ലാസ് എടുത്താൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രെഡ് അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഇപ്പം നമ്മൾ ആ വെച്ചിട്ടുള്ള മസാല അല്ലെങ്കിൽ ആ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ അതിനുള്ളിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീസും വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഞാൻ ഒരു പാക്കറ്റ് ബ്രെഡാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു പാക്കറ്റ് ബ്രെഡിൽ നിന്നും 6 എണ്ണം കിട്ടിയിട്ടുണ്ട്, 6 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ മുട്ടയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, വീണ്ടും ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കി വരുന്ന അതേ ആ ബ്രെഡ് കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ട ബ്രെഡ് ക്രംസ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ വേസ്റ്റ് വരുന്ന ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊടിയായി കിട്ടും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ ബ്രെഡ് ക്രംസ് റെഡിയായി. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ എഗ് ബാറ്ററിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ചിക്കന് പകരം വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തത് നമുക്കിതിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ പൊട്ടറ്റോ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ചീസ് നിർബന്ധമായിട്ടും വെക്കണം. ഇത് ചീസി കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ ചീസ് ഒഴിവാക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ എല്ലാ കട്ട്ലറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് എനിക്കിപ്പോൾ ഈ 6 കട്ട്ലറ്റിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി നേരത്തെ ആ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ എണ്ണയിലേക്ക് തന്നെയാണ് അതിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ്
ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് എണ്ണയിൽ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ ഉള്ളിലുള്ള ആ ചീസ് ഒന്ന് മെൽറ്റായി വരികയും വേണം. അപ്പോൾ അത് നല്ല ചീസി ബ്രെഡ് കട്ട്ലറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.